സ്വാമി വിവേകാനന്ദനും മഹാത്മാ അയ്യങ്കാളിയും തുടങ്ങിയവർ ശ്രേഷ്ഠരാണെന്ന് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. സന്തോഷം, നന്നായി. തുടങ്ങിയവർ എന്ന് പറഞ്ഞത് വളരെ സന്തോഷം. കാരണം അതുപോലെ എത്രയോ മഹാത്മാക്കളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട് കുട്ടികളെ. എത്രയോ. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികളെക്കുറിച്ച് അവിടുന്ന് ഇങ്ങോട്ട് എത്ര 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 മഹാപുരുഷന്മാർ. എന്നാൽ തൻ്റെ കുഞ്ഞ് ഇതുപോലൊരു മഹാത്മാവാകണമെന്ന് രക്ഷിതാക്കൾ കുട്ടികളോട് പറയാറില്ല. അപ്പം എന്താ പയ്യൻ ചെയ്യുക? സ്കൂൾ കോളേജ് വിദ്യാഭ്യാസമാണ് ശ്രേഷ്ഠമെന്ന് മക്കളെ പഠിപ്പിക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം വേണം. ആര് പറഞ്ഞു വേണ്ടാന്ന്? എന്നിട്ട് കുട്ടി തീരുമാനിക്കട്ടെ. സ്കൂള് കോളേജൊക്കെ പഠിച്ചിട്ട് കുട്ടി തീരുമാനിക്കട്ടെ എന്താണ് എൻ്റെ വഴിയെന്ന്. അല്ലാണ്ട് നീ സന്യാസിയാവണം അങ്ങനെ ഒരിക്കലും പറയരുത്. അയാൾ തിരഞ്ഞെടുക്കട്ടെ അയാളുടെ ജീവിതമാർഗം എന്താണ് എന്നുള്ളത്. പക്ഷേ ഈ എഴുതിയതിൽ ഒരു വളരെ വസ്തുതാപരമായൊരു വിഷയമുണ്ട്. ഒരു 1991 ഇതെങ്ങനെയാണ് സ്വാമി ഇത്ര കൃത്യമായി ഓർമ്മ എന്ന് വെച്ചാൽ 92 അദ്വൈതാശ്രമം തുടങ്ങുന്നത്. അതിന് മുമ്പത്തെ കൊല്ലമാണ് ഈ സംഭവം. നമ്മൾ ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടു. ഒരു വേദാന്ത ക്ലാസ് എടുക്കാൻ. തിരുവല്ലയാണത്. അപ്പോൾ അവിടെ ചെന്നു. ക്ലാസ് ഒക്കെ ഭംഗിയായിട്ട്, നല്ല ശ്രോതാക്കളൊക്കെ നല്ലോണം ഉണ്ട്. ക്ലാസ്സൊക്കെ ഭംഗിയായിട്ട് നടക്കുക. അപ്പോൾ സംഘാടകർ പറഞ്ഞു സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് സങ്കടം പറയാൻ വേണ്ടി അതൊരു അമ്മ വന്നിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ. അപ്പോൾ അമ്മയെ കണ്ടു. അമ്മ പറഞ്ഞു അങ്ങനെയല്ല സ്വാമി, സ്വാമിയുടെ ഒറ്റയ്ക്ക് പറയണം, വരൂ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് ഞങ്ങളിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അമ്മ സംസാരിക്കുകയല്ല ചെയ്യണത്, കരയുക ചെയ്യണത്. അമ്മ പറയാനല്ലേ വന്നത്? അതെ, എന്നാൽ പിന്നെ പറയുക. കരച്ചിലത് കഴിഞ്ഞിട്ട് നമുക്ക് കരയാം, ഇപ്പം പറയുക. അമ്മ ഒരുവിധമൊക്കെ കരച്ചിലൊക്കെ അടക്കി പറയാൻ തുടങ്ങി. സ്വാമി, എനിക്കെൻ്റെ മോനെക്കുറിച്ചാണ് പറയാനുള്ളത്. എന്താ അമ്മ പറയുക? ഞാനും കേൾക്കാൻ തയ്യാറായി. മൂക്കറ്റം കുടിക്കുക. മദ്യം മാത്രമല്ല സ്വാമി, കഞ്ചാവും ഉണ്ട്. അയ്യോ, രണ്ടും കൂടിയാ കേമായേ. വൈകുന്നേരം ആവുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് എടുത്തു കൊണ്ടുവരണം. ചവിട്ടും കുത്തും തുപ്പലും ഒക്കെ ഉണ്ടാവും. ഇത് മാത്രോ, എന്തെങ്കിലും അരി വാങ്ങാൻ വേണ്ടി എടുത്തു വെച്ച പൈസ അടക്കം അവൻ എടുത്തു കൊണ്ടുപോയിട്ട് ആണ് ചാരായം കുടിക്കണത്. ഈ അമ്മയുടെ സങ്കടം എങ്ങനെയാ സമാധാനിപ്പിക്കുക? എന്നാലും എന്തൊക്കെയോ പറഞ്ഞ് ഈ അമ്മയെ സമാധാനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോഴാ അമ്മ പറയണത്, സ്വാമി എനിക്ക് ഇവനെ കൊണ്ടല്ല പറയാനുള്ളത്. എനിക്ക് ഇവനെ കൊണ്ടല്ല സങ്കടം, പിന്നെ രണ്ടാമനെ കൊണ്ടാ. ഞാൻ വിചാരിച്ചു ഭഗവാനെ, മൂത്തവൻ ഇങ്ങനെയാ, അവനെ കൊണ്ടല്ല അമ്മയ്ക്ക് സങ്കടം, രണ്ടാമത്തവനെ കൊണ്ടാന്ന് പറഞ്ഞാൽ ഈ രണ്ടാമൻ എന്തായിരിക്കും ഭഗവാനെ ചെയ്യണത്? എനിക്കെന്നൊരു പിടിയും കിട്ടുന്നില്ല. അമ്മ പറയുക, ഞാൻ പകുതി തളർന്നു കിട്ടുക. അമ്മ പറയുക, മകൻ രണ്ടാമത്തവൻ മദ്യപിക്കുക. സ്വാമിക്ക് എന്തിൻ്റെ ചൂടാവും? മദ്യപിക്കണം, ഒരു ചായയും കൂടി അവൻ പുറത്തുനിന്ന് കുടിക്കില്ല. അവർ ദേഷ്യം പിടിക്കണ കേട്ടാ തോന്നുന്നു ഞാനെന്തോ ചെയ്തു എന്നും. സത്യമായിട്ടും. പിന്നെ എന്താ അമ്മ, കഞ്ചാവ് വലിക്കുകയോ? അയ്യയ്യേ, ഒന്നുമില്ല, അവന് ബീഡി പോലും വലിക്കില്ല. പിന്നെ എന്താ അമ്മ അവനെ കൊണ്ടുള്ള പ്രശ്നം? അവൻ പണിക്ക് പോവില്ലേ? അവനല്ലേ കുടുംബം പോറ്റണത്. അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുകയാണ് സ്വാമി, പാവം. കല്ല് ചെത്തുക, കല്ല് കെട്ടുക, സിമന്റ് തേക്കുക, എല്ലാ പണിയും അവനറിയും. പിന്നെ എന്താ അവൻ ചെയ്യണത്? അവൻ 6 ദിവസം പണിക്ക് പോകും. ഒരു പൈസ വെറുതെ കളയില്ല. എത്ര ദൂരെയാണെങ്കിലും സൈക്കിൾ ചവിട്ടിയിട്ടാ പോവുക. അത്രയ്ക്ക് ബസ്സിന് പോലും ടിക്കറ്റ് കൊടുക്കാണ്ടാണ് അവൻ സമ്പാദിക്കണത്. പിന്നെ എന്താ അവൻ്റെ കുഴപ്പം? 6 ദിവസം പണിക്ക് പോയിട്ട് 1 ദിവസം അവൻ ആശ്രമങ്ങളിൽ പോവുക. എന്നിട്ട് ഓരോ പുസ്തകം വാങ്ങിക്കൊണ്ടുവന്നിട്ട് വായിക്കുക.
യവനാറ്റോ സന്യാസിയായി പോയാൽ ഞാൻ എന്ത് ചെയ്യും സ്വാമി? നോക്കണേ, ഇത് കഥയല്ല, ഉണ്ടായിട്ടുള്ള സംഭവം. അത് എന്താ ഈ അമ്മയോട് പറഞ്ഞെടുക്ക? അപ്പം മദ്യപാനിയായ മയക്കുമരുന്നിനടിമയായ മകനെ കുറിച്ചല്ല അമ്മയ്ക്ക് വേവലാതി. പിന്നെയോ കുടുംബം നോക്കുന്ന, പോറ്റുന്ന, സ്നേഹമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മകൻ ആശ്രമത്തിൽ പോകുന്നത് കൊണ്ട് അവനെ ചൊല്ലിയ അമ്മയ്ക്ക് വേവലാതി. ഞാൻ ചോദിച്ചു, അമ്മേനെ ഒന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ചോദിച്ചാൽ അമ്മേനോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ സ്വാമി? അമ്മ ഈ സങ്കടമൊക്കെ പറയാൻ വേണ്ടി ആരെടുത്താ വന്നത്? സ്വാമീൻ്റെ അടുത്ത്. ഈ സ്വാമി ആകാശത്തുനിന്ന് പൊട്ടി വീണതാവുമോ? അല്ല, ഇതിനൊരു അമ്മ ഉണ്ടാവില്ലേ? ഇതിനെ ഒരു അമ്മ പ്രസവിച്ചതാവില്ലേ? അപ്പോൾ ആ അമ്മ പ്രസവിച്ച ഈ കുട്ടീൻ്റെ അടുത്തേക്കല്ലേ ഈ അമ്മ ദുഃഖം പറയാൻ വേണ്ടി വന്നത്? ഈ അമ്മയെപ്പോലെ 1000 പേര്, കണക്കിന് പേര് ദുഃഖം പറയാൻ വരുന്നത്, അവർ സമാധാനമായി തിരിച്ചു പോണത്. എന്താ അമ്മ അത് ആലോചിക്കാത്തു? അല്ല, അതൊക്കെ എനിക്ക് അറിയാം സ്വാമി. എന്നാലും കഴിഞ്ഞു. ആ എന്നാലും എന്നുള്ളതിൽ ഉത്തരമൊക്കെയായി. ശ്രദ്ധിക്കുക.